നമസ്കാരം. തൊട്ടാൽ ഷോക്കടിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ വൈദ്യുതി വിതരണ രംഗം. സാധാരണക്കാർക്ക് അതുണ്ടാക്കുന്ന അമിത ഭാരം കുറച്ചൊന്നുമല്ല. ഇതിനിടയിലാണ് വീണ്ടും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്. ഈ മാസം 1 മുതൽ തന്നെ പ്രാബല്യത്തിൽ ആകുകയും ചെയ്തിട്ടുണ്ട്. ഈ നിരക്ക് വർധനയിലൂടെ സംസ്ഥാന സർക്കാരിന് 531 കോടി രൂപയുടെ അധിക വരുമാനമാണ് ലഭിക്കുന്നതെന്നാണ് കണക്കുകൂട്ടുന്നത്. കൊള്ളാം എന്ന് പറയാൻ വരട്ടെ. ഇനി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കേരളത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. കർശനമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക എല്ലാം പിരിച്ചെടുക്കണമെന്നും ഇതിനായി ഒരു മാർഗരേഖ തയ്യാറാക്കി നൽകണമെന്നുമാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അല്ലാത്ത പക്ഷം കേന്ദ്ര സഹായം നൽകില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി എത്രയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത് എന്നുകൂടി പറയാം. അത് ഏകദേശം 10,411 കോടി രൂപയാണ്. പക്ഷേ ഇതൊന്നും അത്ര എളുപ്പം പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന കാര്യമൊന്നുമല്ല. സർക്കാരിന് അതിനായി ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം. സർക്കാരിന് എന്ന് പറഞ്ഞാൽ വകുപ്പിന്. ഇനി മാർഗരേഖ ഉണ്ടാക്കുന്ന അത്ര പ്രയാസമുള്ള കാര്യമല്ലെന്നും ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ ഇത്ര കോടി ഇത്ര നാളിനകം ഇന്ന സ്ഥാപനത്തിൽ നിന്നും പിരിച്ചെടുക്കും എന്നൊക്കെ പറയുന്നതാണ് ഈ മാർഗരേഖ എന്ന് പറയുന്നത്. നമ്മുടെ സംവിധാനം അത്രത്തോളം മാത്രമേ മെച്ചപ്പെട്ടിട്ടുള്ളൂ. ഇതിനിടയിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കണമെന്ന് കേന്ദ്രം നമ്മുടെ കേരളത്തോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു, സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കേരളം അതിനെ എതിർത്തു. സ്മാർട്ട് മീറ്റർ നിലവിൽ വരുന്നതോടെ എല്ലാ കാര്യങ്ങളിലും ഒരു സുതാര്യതയുണ്ടാകും. ബില്ലിലടക്കം യാതൊരു വിധത്തിലുമുള്ള ക്രമക്കേട് നടത്താൻ ആർക്കും സാധിക്കുകയുമില്ല. ബില്ല് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ KSEBയിൽ ഉപകരാർ നൽകിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പരിപാടികൾക്ക് ഈ സ്മാർട്ട് മീറ്റർ നിലവിൽ വന്നാൽ വിലങ്ങാവും. അത് തന്നെ കാര്യം. ഇനിയിപ്പോൾ പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക എത്രയെന്ന് നമുക്കൊന്ന് നോക്കി വരാം. കുടിശ്ശിക വരുത്തിയവരിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പിന്നെ ഗാർഹിക ഉപഭോക്താക്കൾ എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാമായി ഏകദേശം 3,496 കോടി രൂപയാണ് കിട്ടാനുള്ളത്, അതായത് KSEB പിരിച്ചെടുക്കാനുള്ളത്. എങ്ങനെ ഇരിക്കുന്നു? ഇനി എത്രയൊക്കെ ആരൊക്കെ നൽകാനുണ്ട് എന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകാനുള്ള കുടിശ്ശിക തുക എത്രയെന്ന് നമുക്ക് നോക്കിയാലോ. 1,768 കോടി രൂപയാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. ആര്? സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ 141 കോടി രൂപയുടെ കുടിശ്ശിക വരുത്തി വെച്ചിട്ടുണ്ട്. ഇനി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. അവർ കൊടുക്കാനുള്ളത് 110 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. ഇനി വകുപ്പുകൾ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പുകളാകട്ടെ 2 കോടി രൂപയും കുടിശ്ശിക വരുത്തി വെച്ചിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് 1,086 കോടി രൂപയാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ ഇത്രയും കുടിശ്ശിക വരുത്തിയിട്ട് എങ്ങനെ വൈദ്യുതി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലൊക്കെ ഒന്ന് കൊണ്ടുവരേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ക്രമക്കേടുകൾ ഇതോടെയൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഗാർഹിക ഉപഭോക്താക്കൾ 389 കോടി രൂപയും കുടിശ്ശിക വരുത്തിയിട്ടുള്ളതായ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനൊക്കെ പ്രധാന കാരണം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന കുടിശ്ശിക പിരിച്ചെടുക്കാൻ കുറച്ച് വിയർക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. എങ്ങനെയുണ്ട് കേരളത്തിലെ വൈദ്യുതി ബോർഡിൻ്റെ അവസ്ഥ? എത്ര കാര്യക്ഷമമായിട്ടാണ് അവർ പണിയെടുക്കുന്നതെന്ന് ഈ കണക്കുകൾ കണ്ടാൽ മനസ്സിലാവാവുന്നേ ഉള്ളൂ. ഇനി ഇവരുടെ കാര്യക്ഷമത കാണണമെങ്കിൽ സാധാരണക്കാരുടെ അടുത്ത് തന്നെ എത്തണം എന്ന് മാത്രം. സാധാരണക്കാർ എന്തെങ്കിലും കാരണത്താൽ 100-500 രൂപ അടയ്ക്കാൻ വൈകിയാൽ ഉടനെ ഓടിയെത്തും. കയ്യിൽ പ്ലെയറും തൊപ്പിയൊക്കെ വെച്ചിട്ട് KSEB ഉദ്യോഗസ്ഥൻ. എന്നിട്ട് വന്ന് വീട്ടിലെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകേണ്ട വഴിക്ക് അവർ പോകും. എങ്ങാനും കാശടയ്ക്കാൻ കുറച്ച് ദിവസം വൈകിയാൽ വൈദ്യുതി മോഷ്ടിക്കുന്നുണ്ടോ എന്നറിയാനായി ഉന്നത ഉദ്യോഗസ്ഥൻ വക പരിശോധനയും നമുക്ക് നേരിടേണ്ടി വരും. ഇതൊക്കെയാണ് ഇപ്പോൾ സാധാരണക്കാർക്കെതിരെ ചെയ്തു വരുന്നത്. എന്നിട്ട് അടച്ചാൽ തന്നെയോ വന്ന് ഫ്യൂസ് തിരികെ വെക്കാൻ വീണ്ടും അവരുടെ പിന്നാലെ തന്നെ നടക്കണം. ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന ഒരു വകുപ്പും ഇത് തന്നെയാണെന്ന് കൂടി ഓർക്കണം. കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് സർക്കാരിൻ്റെ പോലും അനുമതി ഇല്ലാതെ നടത്തിയ ശമ്പള പരിഷ്കരണം മൂലം ബോർഡിന് നേരിട്ടത് 15,184 കോടി രൂപയുടെ അധിക ബാധ്യതയാണ്. 2016 നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിന് പോലും സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ല എന്ന കാര്യം ഓർക്കണം. ഇതൊക്കെ CAG കണ്ടെത്തിയതാണ്. എന്താ അല്ലേ? ഇതൊക്കെയും സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബോർഡ്. നനഞ്ഞെടുത്തല്ലേ കുഴിക്കാൻ പറ്റൂ അല്ലേ? സാധാരണക്കാർക്ക് ഇതൊന്നും ചോദ്യം ചെയ്യാനുള്ള ഒരവകാശവുമില്ല.